ഇത് അവരെ കൊണ്ട് ചെയ്യിച്ചോ മോന്റെ? ഇത് മറ്റേ ഇതെല്ലാം ഈ ഐഡിയ തന്നത് സെക്രട്ടേറിയറ്റിലെ ഗാർഡനർ സുരേഷ് സാറാണ്. പുള്ളിയുടെ ഇതില് ചെയ്തിട്ട് പോയതാണ്. ഇത് ഒരു ഗ്രൂപ്പ് ചെയ്തതാണ്. നമസ്കാരം. ഇന്ന് ഒരു അധ്യാപക ദമ്പതികളെ പരിചയപ്പെടുത്താനും അവരുടെ വളരെ വിജയകരമായ ഒരു മിയാവാക്കി മാതൃക നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ജപ്പാനിൽ പ്രൊഫസർ മിയാവാക്കിയെ കാണാൻ പോയ സമയത്ത് ഹഡാനോ എന്നൊരു സ്ഥലത്ത് പോയിരുന്നു. ഈ ഹഡാനോയ്ക്ക് അടുത്ത് ഒരു ഷിൻഡോ ടെമ്പിൾ ഉണ്ട്. അവരുടെ ദേവാലയത്തിന് ഷിൻഡോ ടെമ്പിൾ എന്നാണ് പറയുന്നത്. ഈ ഷിൻഡോ ടെമ്പിളിലെ പുരോഹിതനാണ് എന്നെ പ്രൊഫസർ മിയാവാക്കിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു 1 മണിയോടെയാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞപ്പോൾ അത് 1983 പ്രൊഫസർ മിയാവാക്കി നട്ടുപിടിപ്പിച്ച ഒരു കാടാണ്. അത് ഞാൻ ചെല്ലുന്നത് 2019 അപ്പോൾ എൻ്റെ 27 കൊല്ലമായി. 83, 90, 90, 17. അപ്പോൾ ഏകദേശം 17, 24 കൊല്ലം ആയ കാടാണ്. 25 വർഷമായ നല്ല കാടാണ്. അപ്പോൾ പല ആകൃതിയിൽ വളച്ചൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നെ ആകർഷിച്ച പ്രത്യേകത വളരെ സ്വാഭാവികമായൊരു അന്തരീക്ഷമായിരുന്നു. കാരണം അവിടെ മണ്ണിലൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. മഴ പെയ്യുമ്പോൾ ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നു, അത് നമ്മുടെ കുറുകെ ഒഴുകി പോകുന്നു, കവിഞ്ഞൊഴുകുന്നു. ഇതിനിടയ്ക്കൂടെ കളകളാന്ന് പറഞ്ഞൊരു നദി പോലെ ഒഴുകുന്നു. അതിനിടയ്ക്കൂടെ, കാരണം ഈ പ്രകൃതിയെ ആരാധിക്കുന്ന അവരുടെ ആരാധനയുടെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും മരം വെച്ച് പിടിപ്പിക്കലും ഈ കാര്യമൊക്കെ വളരെ വലിയ തോതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക ആംബിയൻസ് ആയിരുന്നു. കാരണം ഒരു 2-3 ഏക്കർ സ്ഥലം മറ്റുണ്ടത്, അതിലും കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ ഒരു കാട്ടിൽ നിൽക്കുമ്പോൾ മഴയത്തുണ്ടാകുന്ന ഒരു ഫീലിംഗ് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് സിറ്റിയുടെ നടുക്ക് ഒരു ഹൗസിംഗ് പ്ലോട്ട്, അതായത് വീട് വെക്കാൻ വേണ്ടി പെർമിറ്റ് സഹിതം ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ട് അവരുടെ വീടിന് തൊട്ടടുത്തായിട്ട് എന്നിട്ട് അതിനെ കാടാക്കി മാറ്റിയ ഒരു ദമ്പതികളാണ് ഇവർ. അപ്പോൾ ഇവരുടെ ആ ഒരു പ്രത്യേകത, സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു നിക്ഷേപം ഭൂമിയിൽ നടത്തിയിട്ട് എന്നാൽ ഇനി അതിനെ കാടാക്കി കളയാമെന്ന് വിചാരിക്കില്ല. അതിൽ അവർക്കുള്ള ഏക അഡ്വാൻറ്റേജ് അവരുടെ വീടിന് തൊട്ടടുത്താണ്. അവരുടെ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒരു 50 അടി നടന്നാൽ ആ പ്ലോട്ടിലേക്ക് കയറാം. പക്ഷെ ഒരു പ്ലോട്ട് 50 ലക്ഷം രൂപയുടെ ഒരു പ്ലോട്ടിനെ ഇങ്ങനെ മിയാവാക്കിയാക്കി മാറ്റുമോ എന്നുള്ള ഒരു സംശയം കണ്ടില്ല. ഞാനും അത് വിശ്വസിക്കില്ല. എന്തായാലും കണ്ടു കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ ഒരു പ്ലോട്ടാണ്. ഇത്രയും നാച്ചുറലായിട്ട്, ഇത്രയും സ്വാഭാവികമായിട്ട് മിയാവാക്കി വനം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെയ്തതിനേക്കാൾ വളരെ നന്നായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതെന്നുള്ളത് നമുക്ക് അവരുടെ വാക്കുകളിൽ തന്നെ കേൾക്കാം. ആക്ച്വലി ഇത് എനിക്ക് കിട്ടിയത് ഹൗസിന്റെ പെർമിഷൻ ഉള്ള 2024 വരെ പെർമിഷൻ ഉള്ള ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ നമ്മൾ മേടിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മേടിച്ചത് ഈ ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ്. കാരണം വെച്ചാൽ സാർ നമ്മുടെ വീട്ടിൽ കണ്ടാണ്, അവിടെ നമുക്ക് ഒരുപാട് സ്ഥലമില്ല ഇനി ചെടി വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പണ്ടേ ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട്, അതായത് ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ കാവിൻ്റെ ആ ഒരു തണലൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പർപ്പസിൽ മേടിച്ചിട്ട് ആദ്യത്തെ ചെറിയൊരു ഏരിയയിൽ മാത്രം, ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏരിയയിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അതിന് സാറിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മിയാവാക്കിയുടെ സാറിൻ്റെ ആ കൺസെപ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. അല്ലാതെ അദ്ദേഹം മെത്തേഡല്ല ചെയ്തത്. സാറി പറഞ്ഞ പോലെ അടുത്തടുത്ത് വയ്ക്കുന്നതും കുഴിയെടുത്ത് വെക്കുന്നതൊക്കെ അഡോപ്റ്റ് ചെയ്ത് ഒരു ചെറിയ ഏരിയയിൽ നോക്കിയപ്പോഴേക്കും അത് നല്ല ഗ്രോത്ത് കണ്ടു. പിന്നെയാണ് അങ്ങനെ എക്സ്പാൻഡ് ചെയ്തത്. ഒരു പ്രയോജനമുണ്ട്. ഇവിടെ ഒന്ന് വെള്ളം ധാരാളമായിട്ട് വെള്ളം ഒഴുക്കുള്ള സ്ഥലമാണത്. അങ്ങനെ തന്നെ നന്നായിട്ട് വളരും. വലിയ ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ പറ്റും. പഴയ വയലാണിത് പണ്ടത്തെ. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിന്റെ ഇതില്ല. പിന്നെ അങ്ങനെ ഇത് ഒരു 3 വർഷം കൊണ്ടാണ് ഇത്രയും ഒരു ഗ്രോത്ത് വന്നത്. അതെ, 3 വർഷം കൊണ്ട് ഗ്രോത്ത് വന്നു എന്നുള്ളതല്ല, ഇത് ഒരിക്കലും വെച്ച് പിടിപ്പിച്ച ഒരു സാധനം തോന്നാത്ത തരത്തിൽ ഇത് വളർന്നു വന്നു എന്നുള്ളതാണ് എനിക്ക് ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാത്തരം സാധനങ്ങളുണ്ട്. വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്, നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പലതരം മരങ്ങളുണ്ട്. 1-2 എക്സോട്ടിക് ആയിട്ടുള്ള അതങ്ങ് എടുത്ത് അത് ഈ അടുത്തുള്ള പറമ്പൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്, അവിടുന്ന് കയറി വരുന്ന വള്ളിയൊക്കെയാണ്. അങ്ങനെ തോന്നിട്ട് സാധനങ്ങൾ നമുക്ക് പ്രശ്നമുള്ള സാധനങ്ങളുള്ളൂ. മാഡത്തിന്റെ നാട് പത്തനംതിട്ട ഓമല്ലൂർ. അത് ഇതുപോലെ ഒരു സ്ഥലമാണല്ലോ ഏകദേശം. വയലുകളും വയൽവാണിപ്പം. അതെ, വയൽവാണിപ്പം. അവിടുത്തെ പ്രശസ്തമായ വയൽവാണിപ്പം, കാള ഓട്ടം മത്സരം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയും ഈ നിറയെ മരങ്ങളും അങ്ങനെ. പിന്നെ അമ്മയുടെ നാട് നിരണമാണ്. അപ്പം നിരണം എന്ന് പറയാ, അവിടെ ഒരു വീട്ടിൽ തന്നെ 3-4 കുളങ്ങളും. അവിടെ ഒരു ആംബിയൻസ് ഭയങ്കര, സാധാരണ അവധിക്കാലത്തൊക്കെ പോയി നിൽക്കുന്ന സ്ഥലങ്ങള് വലിയൊരു അട്രാക്ഷൻ ആണല്ലോ പെട്ടെന്ന്. പിന്നെ നമ്മള് ഈ ചേച്ചിയും ചേട്ടനും ഒക്കെ കുറച്ച് മുതിർന്നതായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. നമ്മള് കളിക്കുന്നൊക്കെ ഈ മരത്തിന്റെ ചോട്ടിലിരുന്നും അതിന്റെ കായും ഇലയൊക്കെ പറിച്ച് അങ്ങനെയൊക്കെ കളിച്ച്. അപ്പൊ എപ്പോഴും നമുക്ക് ഈ മരങ്ങള് ഭയങ്കര ഒരു ഇഷ്ടമാണ്. മരങ്ങളോട് അതില് 2-3 ഉള്ളൂ ഓൾറെഡി ഉണ്ടായിരുന്നത്. ബാക്കി അത്ര ഞങ്ങൾ വെച്ചതാണ്. പ്ലാവും അതെല്ലാം വെച്ച, മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അത് വെച്ച് അവിടെ ഒരു ഈ ട്രോപ്പിക്കൽ ഒരു ഗാർഡൻ ആണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അല്ലാതെ ഈ അല്ലാത്ത ഒരു ഗാർഡനോട് അത്ര താല്പര്യമില്ല. അങ്ങനെയാണ് അവിടെ ഒരു ഏകദേശം ഒരു കാട് പോലൊക്കെയാണ് അവിടെ. ഇഷ്ടം പോലെ കിളികൾ വന്ന് കൂട് കൂട്ടുന്നുണ്ട് അവിടെ. ഇവൻ അണ്ണാൻ വരെയും കൂട് കൂട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. 4 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിയുമ്പം ഈ കിളികളുടെ എല്ലാം കൂടി ബഹളവും ഒക്കെ ശരിക്കും ഒരു മെഡിറ്റേഷന്റെ ഇഫക്റ്റ് ആണ്. പ്രകൃതിയായിട്ട് ചേർന്ന് ഒരു പോകുന്ന ഒരു സന്തോഷം അല്ലെ. ഇവിടെ ഈ വെച്ച് പിടിപ്പിക്കുമ്പോ ഇത് വെള്ളം കോരുകയൊക്കെ വേണ്ടിയൊന്നുമില്ല. അതിലിപ്പോ ഇങ്ങനെ ആയിരിക്കുമല്ലോ, കംപ്ലീറ്റ് വെയിലല്ലേ അല്ലെ. ഈ പടത്തിൽ ഒന്നും ഇല്ല അല്ലെ. ഇത് മൊത്തമാര് നമ്മള് ഓക്കെ വയല് തെളിച്ചിട്ടിരിക്കുന്ന പോലെ തന്നെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതിനെ നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കും. അപ്പൊ ഇതിന് ദിവസവും എത്ര മണിക്കൂർ വെച്ച് അധ്വാനിച്ചു വേണം? ആദ്യം എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ കൊറോണ സമയമായിരുന്നു. ഞാൻ ഫെബ്രുവരിയിലാണ് ഇത് മേടിച്ചത്, മാർച്ചിലല്ലേ കൊറോണ. അപ്പൊ എനിക്ക് ആ ഒരു 6 to 7 months വീട്ടിൽ തന്നെ ആയിരുന്നു. അടുത്തായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റി. കൊറോണ ഉണ്ടാക്കിയ ഒരു പ്രയോജനം. ആ സമയത്ത് കൊറോണ വന്നില്ലെങ്കിൽ എനിക്ക് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കൊറോണ ഗാർഡൻ പേരിട്ടപ്പോൾ പിന്നെ ആ സമയത്ത് എനിക്ക് സോളാറില്ലായിരുന്നു. ഞാൻ കിണർ വെള്ളം കോരി തന്നെയാണ് ചെയ്തത്. അതിനാണ് വലിയ 2 ബക്കറ്റൊക്കെ വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഇനിഷ്യലി നല്ല രീതിയിൽ ഞാൻ അധ്വാനിച്ചായിരുന്നു. അല്ല, അധ്വാനിച്ചു എന്നുള്ളത് സാധാരണ ഇതില് ഈ ഞാൻ കണ്ടുവരുന്ന ഒരു സാധനത്തിൽ ഈ വെച്ച് പിടിപ്പിച്ച സാധനങ്ങൾ എങ്ങനെ വന്നാലും അവസാനം അത് വെച്ച് പിടിപ്പിച്ചായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ ഇപ്പൊ ഇത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ടൗണിന്റെ നടുക്ക് ഈ ഒരു പീസ് വേറെ എവിടുന്നോ കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു ഒറിജിനലായിട്ടൊരു പീസ് കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു, കാരണം ചുറ്റുപാട് തെളിഞ്ഞു കഴിഞ്ഞല്ലോ, തെളിഞ്ഞു വീടായി കെട്ടിടമായി ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഒരു റെസിഡൻഷ്യൽ പ്ലോട്ട്സ് ആണല്ലോ ചുറ്റും. അപ്പൊ അതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു സാധനം നിർത്തുക, അത് നിർത്താനുള്ള ഉദ്ദേശത്തോടെ തന്നെ നിർത്തുക, അതും നല്ല ഒരു ഇതാണ്. അത് പിന്നെ വേറൊരു കാര്യം കൂടെ ആയിരിക്കും സാറേ, നമ്മൾ അത്രയും ആഗ്രഹിച്ചാണ് ഇത് ചെയ്തത്. ഇവിടത്തേതാണ് അത്ര ഇഷ്ടത്തോടെയാണ് നമ്മൾ ഓരോ ഒന്നും കൊണ്ടുവച്ചത്. അപ്പോ ഏതെങ്കിലും ഒരെണ്ണം കരിഞ്ഞു പോകുമ്പോ സങ്കടം, ഭയങ്കര വിഷമമാണ്. ഒരു മീൻ ചത്തുപോയാൽ അത്രയും വിഷമമാണ്. ആദ്യമൊക്കെ നമ്മൾ കുഴിയെടുത്ത് കുഴിച്ചൊക്കെ ഇടുമായിരുന്നു മീനിന്, അത്രയും സങ്കടമാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും ചിലപ്പോ ഇവര് നമ്മളതിനെ അങ്ങനെ ഇമോഷണലായിട്ട് അധികം കാണണ്ട ഈ ചെടി. കാരണം ചില പ്രകൃതി നിയമം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വേറൊരെണ്ണത്തിനെ പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വണ്ടുണ്ട്, ഞണ്ട്, ഇപ്പൊ വയലല്ലേ, ഞണ്ട് വരികയാണെങ്കിൽ അത് മീനിനെ പിടിക്കും. പിന്നെ ഞണ്ട് എവിടെന്നെങ്കിലും വന്ന് ഇറങ്ങും, കുറച്ച് കഴിയുമ്പോൾ അതിലുള്ള മീനിനെ പിടിക്കും. അപ്പൊ എന്റെ ആ ഒരു കുളത്തിലെ മുഴുവൻ നാടും ഞാനൊരു വെള്ളായണിന്ന് കുറെ മീൻ കൊണ്ടിട്ടായിരുന്നു. അത് മുഴുവൻ ഈ അപ്പൊ ഞാനോർത്ത് ബാക്കി മീനുകൾ ആക്രമിച്ചിട്ട് ചാകുന്നതാണ്. അവസാനമാണ് കണ്ടുപിടിക്കുന്നത് ഈ മീനെല്ലാം തീർന്ന് ഒരു കളറുള്ള കാർപ്പിനെ പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവനിങ്ങനെ ആ ഞണ്ട് പിടിച്ചിട്ട് കുറച്ച് പോകാൻ നിന്നിട്ട് അവനെ അങ്ങ് പിടിക്കും. ഇവിടെ പക്ഷെ കൊക്ക് വരുന്നുണ്ട് സാറേ, വലുതിനെ പറ്റില്ല, ചെറുതിനെ. പിന്നെ അത് നമ്മള് ഓക്കെ അവർക്കും ജീവിക്കണമല്ലോ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അതുകൊണ്ട് അങ്ങനെ അല്ല, എന്നാലും അത് തനിയെ ഇങ്ങനെ ചത്ത് കിടക്കുമ്പോ ഒരു വിഷമം. അങ്ങനെ ചെടിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ ഇത്രയും വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെടികൾ ഇനിയിപ്പോ തന്നെത്താനെ വരും. കാരണം ഈ ബൊബ്ബുവാലും മറ്റേ ഇതെല്ലാം കൂടെ ഒരു വരാനുള്ള ഒരു സാധ്യത. പിന്നെ ഇത് വയ്ക്കുമ്പോ തന്നെ എനിക്ക് ഇങ്ങനെ ഞാൻ ഈ ഫോർസ് ചെയ്താണ് നടക്കാനുള്ള ഒരു ഇത് ആദ്യമേ വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാത പോലെ ഇട്ട് തന്നെ ചെയ്തത്. അന്ന് പക്ഷെ ഞാനന്ന് എതിർത്തായിരുന്നു. മിയാവാക്കിയിൽ അങ്ങനെയൊന്നും അല്ല, പുള്ളി ഇങ്ങനെ നിറഞ്ഞു നിക്കണം. ഏത് സാധനം ചെയ്താലും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സാധനം വേണം. മിയാവാക്കി നമ്മൾ എത്ര ഫുള്ളായിട്ട് ചെയ്യുന്ന പോർഷൻ ഫുള്ളായിട്ട് ചെയ്യുകയല്ലാതെ നമുക്ക് അതിനകത്തൂടെ കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നടന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഞങ്ങൾ എല്ലായിടത്തും പാത ഇട്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്തായാലും പാത വേണം, കാരണം വന്നു കഴിയുമ്പോൾ നമുക്ക് നടക്കണമല്ലോ. അതെ, അത് മാത്രമല്ല ആ പാത നമ്മൾ വൃത്തിയാക്കി ഇടുകയും വേണം. കാരണം ഏതെങ്കിലും ഒരു പലതരം ജീവികളുണ്ട്, എന്തെങ്കിലും ഒരു കണ്ടു പേടിക്കുകയൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഞാനിപ്പോ അവിടെ അത്രയും സ്ഥലത്ത് ഇത്രയും കാടിനകത്ത് ആ പാത മാത്രം ക്ലീൻ ചെയ്തിട്ട് ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ ഇത് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൂടി, നിങ്ങൾക്ക് വേറൊരു തരത്തിൽ നിങ്ങൾ ലക്കിയാണ്. ഈ വെള്ളം ഇത്രയും ഈസി ആയിട്ട് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇതിനൊന്നും വെള്ളം ഒഴിക്കേണ്ടത് തന്നെ വേര് താഴോട്ട് പോയി വെള്ളം കണ്ടുപിടിച്ചു. കിണർ കുഴിക്കുമ്പോ എനിക്ക് കുറച്ച് അല്പം പോകുമ്പോൾ തന്നെ വെള്ളം കിട്ടുന്നുണ്ട്. ഇനി വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് നിൽക്കും. ചെടിയുടെ ഇല കരിയുന്നൊക്കെ സ്വാഭാവിക സംഗതികളാണ്. അത് കഴിഞ്ഞിട്ട് അത് അടുത്ത മഴ വരുമ്പോൾ പൊട്ടിക്കിടത്തോളും. അത് നമ്മള് സംരക്ഷിച്ച് നമുക്ക് നിർത്താവുന്ന ഒരു പരിധിയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ വഴിക്കങ്ങ് വിടുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒന്നും രണ്ടില്ലാത്ത സാധനം വെക്കുക. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, അത് ശരിയാവുമല്ലോ എന്നറിയില്ല, ഇതിൽ 1-2 മരത്തിലൊക്കെ ഈ പാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാല് പാഷൻ ഫ്രൂട്ട് ശരിക്കും ഉണ്ടായിരുന്നു സാറേ. അല്ല, അത് തന്നെ അതിന്റെ അഡ്വാൻറ്റേജ്. കാരണം ഈ മരത്തെ നശിപ്പിക്കുന്നില്ല. ഇത് വന്ന് കാഴ്ച കഴിഞ്ഞിട്ട് അതങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ വള്ളി ഇലയൊക്കെ കൊഴിഞ്ഞ് കരിഞ്ഞു പോവാ ചെയ്യുന്നത്. കോവിഡ് സമയത്ത് ഈ നാട്ടിലുള്ള എല്ലാരും പാഷൻ ഫ്രൂട്ട് കഴിച്ച മതിയായി, വീട്ടിലും ഉണ്ടായിരുന്നു നിറയെ. അല്ല, അതിന് 2 ഗുണമുള്ള. ഈ പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് കാ കിട്ടും, രണ്ടാമത്തെ കാര്യം ഈ വവ്വാലും ഒക്കെ വന്നിട്ട് അണ്ണാനും ഒക്കെ വന്നിട്ട് ഇഷ്ടംപോലെ ഈ മറ്റു വിത്തുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്കിപ്പോ അവിടെ ഈ വല്ലഭ എന്നൊരു ചെടി, വല്ലഭമാണോ വറുങ്ങാണോ അതിലേതോ ഒരെണ്ണം
ഈ വവ്വാല് കൊണ്ടുപോയിട്ടാ. ഓ, ശരി. അപ്പോൾ അവിടെ കിളുക്കുന്നുണ്ട്. ആറ്റിൻ്റെ അവിടെ നിന്ന് എവിടുന്നോ വിത്ത് ഇവിടെ കൊണ്ടുപോയിടുന്നതാണ്. അവനെ പല വിത്തുകളും നമ്മൾ കുഴിച്ചിട്ട് പാകിയിടുമ്പോൾ ഞങ്ങൾക്ക് കാഞ്ഞിരമുണ്ട് അവിടെ ഇഷ്ടം പോലെ. അപ്പോൾ കാഞ്ഞിരത്തെ വിത്ത് നമ്മൾ പാകിയിട്ടിട്ട് ഒരെണ്ണം പോലും കിളുക്കുന്നില്ല. ആ സമയത്ത് കാഞ്ഞിരത്തിന്റെ വിത്ത് തറയിൽ വീണിട്ട് മഴയത്ത് ഒഴുകിച്ചെന്ന് മറ്റേ ചില കരിയിലേക്ക് ഒരു മൈക്രോ ക്ലൈമറ്റ് അതിന് അനുകൂലമായ സ്ഥലത്ത് ചെന്ന് കിടന്നിട്ട് അവിടെ കിടന്ന് കിളുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്ക് ചട്ടിയിലേക്ക് വെക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ജീവികൾ കൊണ്ടിടുമ്പോൾ അത് ശരിക്കും ആ ഒരു എങ്ങനെയോ അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് സ്വയം കൊണ്ടിടുന്ന എപ്പോഴും ഇത് കിളുക്കാൻ പറ്റിയ സ്ഥലത്തായിരിക്കും പലപ്പോഴും ഈ വിത്ത് വന്ന് വീഴുന്നത്. അപ്പോൾ ആ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് കുറെ അതിനങ്ങ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ വഴിക്ക് അങ്ങ് പോകും. അതുപോലെ ഈ ഇവിടെ ഒരു കല്ലാല് നിപ്പുണ്ട്, കിണറ്റിന്റെ ഒക്കെ അകത്ത് ഇരിക്കുന്നത്. അത് വേരോട് കൂടി അവിടെ പറിച്ച് വിതിരകള് സ്കൂളിന്റെ മുന്നിൽ ആരോ പറിച്ചിട്ടിരുന്നതാണ്. വലുതായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു സ്കൂൾ വാനിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കത് കൊണ്ടുവരാൻ പറ്റി. അതിന്റെ ഇല കംപ്ലീറ്റ്ലി പുഴു തിന്നായിരുന്നു. പിന്നെ നമ്മളൊന്നും ചെയ്തില്ല. അങ്ങനെ ഒക്കെ പോണെങ്കിൽ പോട്ടെ എന്നുള്ള ഒരു രീതി. പക്ഷെ പിന്നെ അതൊന്നേന്നെല്ലാം പുഴു എന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു മുട്ട ലാർവ ഏതെങ്കിലും തന്നെ വിരിഞ്ഞു വരുന്ന സമയത്ത് അതിന്റെ ഒരുപാട് കുഞ്ഞുങ്ങളുള്ളപ്പോഴാണ് തിന്നുന്നത്. പക്ഷെ ഒരുപാട് ഇല തിന്നുന്ന കാണുമ്പോൾ തന്നെ ഇത് പക്ഷികൾ ഇതിനെ നോട്ടീസ് ചെയ്യും ഈ പുഴു ഇതിൽ ഉണ്ടെന്നുള്ളത്. കാരണം ഇല പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ അപ്പൊ അവര് പെട്ടെന്ന് അവനെ ബാക്കിയുള്ളതിനെ അവൻ വയലിടും. അത് തന്നെ അങ്ങ് നിന്നോളും. വരുന്നില്ല. വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മള്. വെള്ളമൊഴിക്കുന്നല്ലാണ്ട് വേറെ ഒരു വളം ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം നട്ട സമയത്ത് ഈ ചാണകപ്പൊടിയൊക്കെ ചേർത്തത്. അല്ലെ, ഇതിപ്പോ നമുക്കൊരു കണ്ടിന്യൂസ് എഫേർട്ടായിട്ട് 3 വർഷത്തെ അധ്വാനല്ലേ അല്ലെ. 3 വർഷം കൊണ്ട് ഇത്രയും നന്നായിട്ട് ഇത് വന്നതിൽ വലിയ ഇതുണ്ട്. ഇത് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ സ്വീകരിക്കാവുന്ന ഒരു മാതൃകയാണ്. ഇതിൽ ഈ നാച്ചുറൽ ആംബിയൻസ് ഇങ്ങനെ തന്നെ നിർത്തുക എന്ന് പറയുന്നത് പലർക്കും പറ്റാത്തൊരു കാര്യമാണ്. അത് സാധിച്ചിട്ടുണ്ട്. ഇരിക്കാൻ സ്ഥലമുണ്ട്, കറണ്ടുണ്ട്, വെള്ളമുണ്ട്. അങ്ങനെ ഒരു പ്ലോട്ടിനെ ശരിക്കും ഒരു വളരെ മനോഹരമായിട്ടൊരു ഗാർഡൻ ആക്കി മാറ്റി രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. വിതിരയായിരുന്നപ്പോഴേ നല്ലൊരു സോഴ്സ് ആയിരുന്നു ശരിക്കും. വഴിയിലൊക്കെ നമ്മള് കാറിലൊക്കെ പോകുമ്പോ ഇങ്ങനെ നിർത്തിയിട്ട് കുറെ. പിന്നെ ചേമ്പൊക്കെ ഇല്ലേ കഴിഞ്ഞ നമ്മൾ ഈ മീനൊക്കെ ഈ ചേമ്പിന്റെ കഴിക്കൂല്ലോ സാർ. മീനെ കഴിക്കും. അല്ല, ഈ ചേമ്പ് പറമ്പിൽ നിൽക്കുന്ന ഒരു ചേമ്പ്. മാറാനാണോ? ഇത് മാറാം. നാട്ടുചേമ്പ് കാട്ടുചേമ്പ് കഴിക്കുള്ളൂ അല്ലേ? ഈ അപ്പുറത്തെ പറമ്പിൽ വെറുതെ കിളച്ച് നിൽക്കുന്ന ചേമ്പ് കഴിക്കും. പക്ഷെ നമ്മുടെ നല്ല ചേമ്പിന്റെ ഇല കഴിക്കുന്നത് കണ്ടിട്ടില്ല. നല്ല ചേമ്പിന്റെ ഞാൻ അവിടെ കൊടുക്കും. ആണല്ലേ? ഇവര് ഇത് പക്ഷെ നമ്മൾ ഇട്ട് നോക്കിയിട്ട് അത് അതുപോലെ കിടക്കും 2 ദിവസം കഴിഞ്ഞാലും കടിച്ചിട്ടേ ഇല്ല. അതേസമയം വെറുതെ ചില ഫിഷിന്റെ ഇത് തിലോപ്പിയാണ് കൂടുതലും. അല്ലെങ്കിൽ ഒന്ന് ചെറിയ തുണ്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് ഇടാതെ ഒരു ചെറിയ കഷ്ണമായിട്ട്. അപ്പുറത്തെ പറമ്പിൽ നിറയുണ്ട്. അതുകൊണ്ട് അതേ ഷോർട്ടേജ് ഇല്ല. അവിടെ വീട് പണിയുന്നവരെ നമുക്ക് ഇതിന് പ്രശ്നമില്ല. ഈ ചാണകമൊക്കെ എവിടെ സംഘടിപ്പിച്ചു? ഇവിടെ അടുത്ത് ചാണകം നമുക്ക് ഇവിടെ അമ്പലത്തിൽ നിന്ന് കിട്ടും. പിന്നെ അടുത്തൊരു വീട്ടിലെ പശുവുണ്ട്, അവരും. പിന്നെ അറക്കപ്പൊടി ഒക്കെ ചേർത്തുണ്ട്. അവിടെ നിന്നാണ് അറക്കപ്പൊടി ഇട്ടത്. അറക്കപ്പൊടി അങ്ങനെ അധികം ഇടരുത്. അറക്കപ്പൊടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ചീളിടാം. ഈ അറക്കപ്പൊടിയിൽ ഫംഗസ് വരാനുള്ള ചാൻസ് ഇല്ല. പൊടിയിലാണ് ഈ പലപ്പോഴും ഫംഗസ് പിടിക്കുന്നത്. ഉണങ്ങിയ ചീളിൽ വരില്ല. കഴിഞ്ഞ് നമ്മള് ചീളിടരുതെന്ന് പറയും. ഇനി ഇവിടെ വെക്കാവുന്ന കുറച്ച് സാധനമുണ്ട്. പൂവരശുണ്ട് സാർ. ഞാൻ ഒരെണ്ണം കമ്പ് കുത്തി കിളിച്ചു അവിടെ നിപ്പുണ്ട്. പൂവരശ് ആദ്യം ഒരിക്കൽ നട്ടത് കിളിച്ചില്ല, പിന്നെ ഇപ്പം കൊണ്ട് നട്ടത് കിളിച്ചു. ഇവിടെ വന്ന് കുറച്ച് സമയം ചെലവാക്കാറുണ്ടോ വീക്കെൻഡ്സിലോ? ഞാൻ മിക്ക ദിവസവും എന്റെ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് ഒന്ന് വന്നിട്ട് ഫുഡ് കൊടുക്കും. ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് നടന്നിട്ട് പോവുള്ളൂ. പിന്നെ കൂടുതലും വൈകിട്ടൊന്നും എനിക്ക് ഞാൻ ഈവനിങ് 7:30 ആവും വീട്ടിൽ വരാൻ. അപ്പൊ വൈകിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സൺഡേ ആണ് മാത്രം. ഈ ജാപ്പനീസിലെ ഷിറിനിൻ യോക്കു എന്ന് പറഞ്ഞപ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോറസ്റ്റ് ബാത്ത് എന്നാണ്. സൺ ബാത്ത് പോലെ നമ്മള് ബീച്ചിലെ ആളുകൾ വെയിലത്ത് പോയി കിടന്ന് ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൽ കൂടെ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു എനർജൈസിങ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഇപ്പോൾ മെന്റൽ ടെൻഷൻ, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയും. അപ്പോൾ അത് ഈ BP ഒക്കെ ഉള്ളവർക്ക് ടെക്നോക്രാറ്റ്സിനൊക്കെ അവർ അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങൾ പോയിട്ട് ഫോറസ്റ്റിലൂടെ കുറച്ച് നേരം നടക്കാൻ. അപ്പൊ ആ ഫോറസ്റ്റിലൂടെ നടക്കാൻ നമുക്ക് പലപ്പോഴും പറ്റിയെന്ന് വരികയല്ലോ. ഒന്ന് ഫോറസ്റ്റ് അടുത്ത് വേണം, 2 നടക്കാൻ ആക്സ് വേണം. അപ്പൊ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഒന്ന് രാവിലെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ആകുക എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മുടെ സ്വന്തമാണെന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ നടക്കുമ്പോൾ. അതുകൊണ്ടല്ലോ അല്ല, ഇത് ഓരോ ചെടിയും നമ്മളെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ വരുമ്പോഴത്തേക്ക്. അതന്നെ, നമ്മള് വരുമ്പോ ഇങ്ങനെ ഒരു ചെറിയ പൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴുള്ള ഒരു ഭയങ്കര. പ്രാണികളെ കൂടെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്തോണേ. അപ്പൊ എനിക്ക് ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 300 പ്രാണികളോളം ഞാൻ ഇവിടുന്ന് ഡോക്യുമെന്റ് ചെയ്തു. അപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ കുറച്ച് പൂവുള്ള ചെടി ഒന്നും കൂടെ നമ്മള് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ ഫ്ലെയിം വൈൻ ഒക്കെ നിപ്പുണ്ട്. പക്ഷെ എനിക്കൊന്നും വെയിലില്ലാത്തോണ്ടായിരിക്കും. നേരത്തെ നിറയെ പൂവുണ്ടായിരുന്നു. ഇപ്പൊ ചെത്തിയില്ലേ, നമ്മുടെ നാടൻ ചെത്തി ഉണ്ടല്ലോ, കൊലയായിട്ട് വരുന്നത്,
അത് അങ്ങനെ വെയിൽ വേണ്ടാത്തൊരു ചെടിയാണ്. അത് തണലത്ത് നിന്ന് നന്നായിട്ട് കൊലകൊലയായിട്ട്. അതുപോലെ അശോകം നിറയെ പൂത്തായിരുന്നു. അശോക സീസണിലല്ലേ. അത് പിന്നെ ഒന്ന് തുമ്പോർജിയ, മറ്റേ വലിയ വണ്ടൊക്കെ വരുന്ന നീലയും വെള്ളയൊക്കെ ഉള്ള പൂവുണ്ടല്ലോ, കാട്ടിലെ ഒരു കാട്ടു വെറൈറ്റി, അതിനൊക്കെ ഇതിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ കുറെ പൂക്കള് നന്നായിട്ട്. ഇത് കണ്ടിട്ട് വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്യാനായിട്ട്? ഈ അടുത്ത വീട് വെക്കുന്ന പുള്ളി കൊല്ലത്ത്, പുള്ളിക്ക് കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ മരങ്ങൾ നടാൻ തുടങ്ങി. ഇൻഫ്ലുവൻസിൽ പുള്ളി കുറെ വച്ചു പറഞ്ഞു. പിന്നെ ഈ വന്ന ഇതിന്റെ ഇത് എങ്ങനെ ചെയ്യുന്ന വയ്ക്കാന്നുള്ള രീതിയിൽ ഒരു 3-4 കണ്ട് അഡ്വൈസ് ഒക്കെ എടുത്തിട്ട് പോയായിരുന്നു. കഴിഞ്ഞ ദിവസം മാവേലിക്കര എന്നൊരു പുള്ളി വന്ന് കണ്ടു. അയ്യോ, ആ പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പുള്ളി ദുബായിലാണ്. പക്ഷെ ഈ വരുമ്പം ഈ വീട്ടിൽ ഇങ്ങനെ മരങ്ങള് വെച്ച് നടുകയും, പുള്ളി അങ്ങ് ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. ദുബായിൽ നിന്ന് വന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത്. പിന്നെ ഈ നമ്മൾ ഈ ഇരിക്കാനൊക്കെ ഉള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിനേക്കാൾ ഇത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത് വളരെ ഇതുമായിട്ട് ചേർന്ന് പോകുന്ന സാധനം. 5 കൊല്ലം ഈസി ആയിട്ട് ഇത് പോകും. അങ്ങനെ ഇത് അവരെ കൊണ്ട് ചെയ്യിച്ചോ മോന്റെ? ഇത് മറ്റേ ഇതെല്ലാം ഈ ഐഡിയ തന്നത് സെക്രട്ടേറിയറ്റിലെ ഗാർഡനർ സുരേഷ് സാറാണ്. പുള്ളിയുടെ ഇതില് ചെയ്തിട്ട് പോയതാണ്. ഇത് ഒരു ഗ്രൂപ്പ് ചെയ്തതാണ്. 2 പേര് ജേഴ്സി ഫാമിൽ വർക്ക് ചെയ്യുന്ന ഒരു അനിൽ എന്ന് പറയുന്നത്. എത്ര രൂപ ചാർജ് ചെയ്തതിന്? ഇതിന് 35,000. ഇതല്ല, ഈ പ്ലാറ്റ്ഫോം ഇല്ല. ബാക്കി ഈറയുടെ പനയില്ലല്ലേ? കൊടപ്പനയില്ലല്ലേ? കൊടപ്പന വേണം, ഞാൻ ഒന്നും തരാം. അപ്പോൾ എല്ലാവരും ഈ സ്ഥലം കണ്ടല്ലോ. ഒരു 40 വർഷം മുമ്പുള്ള ഒരു കേരളത്തിലെ ഒരു ഗ്രാമത്തിലെത്തിയ ഒരു പ്രതീതിയാണ് നമുക്ക് ഈ നഗരത്തിന്റെ ഒത്ത നടുക്ക് വട്ടിയൂർക്കാവിലാണിത്. ഇവിടുന്ന് 5 കിലോമീറ്റർ ഉള്ളൂ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത ഇവരെ അഭിനന്ദിക്കണം. കാരണം സാധാരണഗതിയിൽ മിക്കവാറും എല്ലാവരും ഇവരെ നിരുത്സാഹപ്പെടുത്തി കാണും. എന്തിനാണ് ഈ സ്ഥലം ഇങ്ങനെ ഇത്ര വിലയുള്ളൊരു സ്ഥലം ഇതിനു വേണ്ടി ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് അവർ ചെയ്തത് കാണണം. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്താൽ അതിനുള്ള സൗകര്യം ഉണ്ടാകും. ഒരേ ഒരു പ്രശ്നം, അവർ രണ്ടുപേരും അവർക്ക് ഒഴിവുള്ളത് ഞായറാഴ്ച മാത്രമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കഴിയുന്നവരും അത് നേരിട്ട് കാണണം. ഒരുപക്ഷെ നിങ്ങൾക്കും ഒരെണ്ണം ചെയ്യാൻ അതൊരു പ്രചോദനമായിട്ട് മാറും. അല്ലെങ്കിൽ സ്വന്തം വീടിന് ചുറ്റും ഒരെണ്ണം ചെയ്യാൻ അതൊരു പ്രചോദനമായിട്ട് മാറും എന്ന് കരുതുന്നു. എന്തായാലും അവരോട് വലിയ കടപ്പാടുണ്ട്. കാരണം മിയാവാക്കി മാതൃകയ്ക്ക് കേരളത്തിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും നല്ലൊരു മോഡൽ അവരുണ്ടാക്കി. തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അർഹിക്കുന്നു.